നമസ്കാരം. ജയശങ്കർ, വള്ളുവനാട് മാട്രിമോണിയൽ, ഒറ്റപ്പാലം. ഇന്ന് പറയാൻ പോകുന്ന ആൺകുട്ടി വിപിൻ എന്നാണ് പേര്. 5'8" ഹൈറ്റ്, പൂരോരട്ടാതി നക്ഷത്രം. ജാതകത്തിൽ 1.5 ദോഷം തൊട്ടിട്ട് 2 ദോഷം വരെ പറയുന്നുണ്ട്. അതായത് അവരുടെ പ്രൊഫൈലിൽ കാട്ടിയിട്ടുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ 1.5 ദോഷം അല്ലെങ്കിൽ 2 ദോഷം എന്നൊക്കെ പറയുന്നത് ഇത് ഓരോ ജോത്സ്യനെ ഡിപ്പെൻഡ് ചെയ്യുന്ന പോലെയാണ്. നിങ്ങൾ വേറൊരു ജോത്സ്യൻ്റെ അടുത്ത് പോയിട്ട് നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ 1 ദോഷമേ ഉണ്ടാവുള്ളൂ, ചിലപ്പോൾ വേറൊരു ജോത്സ്യൻ്റെ അടുത്ത് പോയാൽ 1/2 ദോഷമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതെപ്പോഴും വേരി ചെയ്യും. അങ്ങനെ 100% കൃത്യമായിട്ടൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ ഇതൊന്നും കണ്ട് ഒരു മുഖവിലക്കെടുക്കാതെ നിങ്ങൾ കൃത്യമായിട്ട് ജോത്സ്യൻ്റെ അടുത്ത് പോയിട്ട് നോക്കലാണ് എപ്പോഴും നല്ലത്. അപ്പോൾ വിപിനെ കുറിച്ച് ഒന്നുകൂടെ പറയാം. പൂരോരട്ടാതി നക്ഷത്രം, 1.5 തൊട്ട് 2 ദോഷം കാട്ടിയിട്ടുണ്ട്. 30 വയസ്സാണ് ആ കുട്ടിയുടെ പ്രായം. BBA MBA ഹയസ്റ്റ് ക്വാളിഫിക്കേഷൻ MBA ആണ്. BBA ആണ് ആദ്യം പഠിച്ചിരിക്കുന്നത്. HR പ്രൊഫഷണലായിട്ട് ഒരു മൾട്ടിനാഷണൽ കമ്പനി, അമേരിക്ക ബേസ് ചെയ്തിട്ടുള്ള ഒരു മൾട്ടിനാഷണൽ കമ്പനിയിൽ HR പ്രൊഫഷണലായിട്ട് വർക്ക് ചെയ്യാണ് ബാംഗ്ലൂരിൽ. അപ്പോൾ വർക്ക് ഫ്രം ഹോമും ഉണ്ട്, ബാംഗ്ലൂരും പോവാം, ഓഫീസിൽ പോകണമെങ്കിൽ പോവാം, വർക്ക് ഫ്രം ഹോം ആച്ചാവും, എങ്ങനെ വേണ്ടെച്ചാൽ അദ്ദേഹത്തിന് അത് ചെയ്യാം. ഫ്ലെക്സിബിളാണ് ജോലിയുടെ കാര്യം. ഒരു ബ്രദറുണ്ട്. ബ്രദർ വന്നിട്ട് ഖത്തറിൽ ആണ്. അവർ മാരീഡ് ആൻഡ് സെറ്റിൽഡ് ആണ്. അവർ മലപ്പുറത്താണ് ഇവരെല്ലാവരും സെറ്റിൽ ചെയ്തിരിക്കുന്നത്. ബ്രദർ മാരേജ് ചെയ്തിരിക്കുന്നത് ചെർപ്പശ്ശേരിയിൽ നിന്നാണ്. അച്ഛൻ രാജഗോപാലൻ അവർ മരണപ്പെട്ടു പോയിരിക്കുന്നു. നളിനി രാജഗോപാൽ അമ്മ. അപ്പോൾ ഇതാണ് വിപിനെ കുറിച്ച് പറയാനുള്ള കാര്യം. വിപിന് ഒരിക്കൽ കൂടെ ഞാൻ വിപിനെ കുറിച്ച് പറയാം. വിപിൻ്റെ വയസ്സ് വന്നിട്ട് 30, പൂരോരട്ടാതി നക്ഷത്രം, 5'8" ഹൈറ്റ്, 1.5 തൊട്ട് 2 ദോഷം. ജാതകം ഹയസ്റ്റ് ക്വാളിഫിക്കേഷൻ MBA, BBA ആണ് അതിന് മുന്നേ പഠിച്ചതും. HR പ്രൊഫഷണലായിട്ട് അമേരിക്കയിൽ ബേസ് ചെയ്തിട്ടുള്ള ഒരു മൾട്ടിനാഷണൽ കമ്പനിയിൽ ബാംഗ്ലൂരാണ് വർക്ക് ചെയ്യുന്നത്. ഒരു ബ്രദറുണ്ട്. ബ്രദർ ഖത്തറിലാണ്, മാരീഡ് ആൻഡ് സെറ്റിൽഡ് ആണ്. ആ കുട്ടിക്ക് വിവാഹം ചെയ്തിരിക്കുന്നത് ചെർപ്പശ്ശേരി എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ്. അതായത് ഈ വിപിൻ്റെ സിസ്റ്റർ ഇൻ ലോ വന്നിട്ട് ചെർപ്പശ്ശേരിക്കാരിയാണ്. ഇവർ സെറ്റിൽ ചെയ്തിരിക്കുന്നത് മലപ്പുറത്താണ്. അച്ഛൻ രാജഗോപാൽ മരണപ്പെട്ടു പോയിരിക്കുന്നു. അമ്മ നളിനി രാജഗോപാൽ. ഇവരെല്ലാം മലപ്പുറത്ത് സെറ്റിൽഡാണ്. ഇത്രയും കാര്യങ്ങളാണ് വിപിനെ കുറിച്ച് പറയാനുള്ളത്. എല്ലാ വീഡിയോകളിലും പറയുന്ന വിപിൻ്റെ ഫോട്ടോ ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റിലായിട്ട് വെക്കാം. എല്ലാവരും കാണുക. എല്ലാ വീഡിയോകളിലും പറയുന്ന 1-2 കാര്യങ്ങൾ ഇവിടെയും ഞാൻ ആവർത്തിക്കുകയാണ്. വീട്ടിൽ വിവാഹപ്രായമെത്തിയ കുട്ടികൾ ഉള്ളപ്പോൾ നമുക്ക് കുറച്ച് ടെൻഷനാണ്. എന്തൊക്കെ ചെയ്യേണ്ടത്, എങ്ങനെയൊക്കെ, ഏതൊക്കെ, ഈ ടെൻഷനൊക്കെ എങ്ങനെ ഒഴിവാക്കാം എന്നുള്ളതിനെ പറ്റിയാണ് ഞാൻ 2-3 കാര്യങ്ങൾ പറയാം. ഒന്ന്, വിവാഹപ്രായം എത്തിയ മക്കളുമായിട്ട് നന്നായിട്ട് സംസാരിക്കുക. എന്തൊക്കെയാണ് അവരുടെ ആവശ്യങ്ങൾ, കാര്യങ്ങളൊക്കെ ഒന്നും മനസ്സിലാക്കിയെടുക്കുക. പല അഭിപ്രായം അവർക്ക് പറയാനുണ്ടാകും. ഇന്ന സ്ഥലത്ത് ജോലി ആണെങ്കിൽ നന്നായിരുന്നു, ഇന്ന ക്വാളിഫിക്കേഷൻ ആണെങ്കിൽ നന്നായിരുന്നു, ഇത്ര ഹൈറ്റ് ഉണ്ടെങ്കിൽ നന്നായിരുന്നു. ഇങ്ങനെ അവരുടെ പല കാര്യങ്ങൾ അവർക്ക് പറയാനുണ്ടാവും. നാട്, വീട്, ജോബ്, എഡ്യൂക്കേഷൻ, ഇതെല്ലാം മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് എളുപ്പമായിരിക്കും മറ്റുള്ള പാരൻസുമായിട്ട് സംസാരിക്കുമ്പോൾ. രണ്ടാമത്, ദൈവവിശ്വാസികൾ ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കുടുംബക്ഷേത്രം അല്ലെങ്കിൽ ധർമ്മദൈവങ്ങൾ അല്ലെങ്കിൽ വെളുത്തൻകാവ്, നാഗങ്ങൾ എന്നൊക്കെ പറയുന്ന
പല ദൈവിക സാന്നിധ്യങ്ങളും നമ്മളെ തറവാടുകളിൽ ഉണ്ടാകാം. അവിടെ നന്നായിട്ട് പ്രാർത്ഥിക്കുക. അടുത്തത്, നല്ല ഒരു പ്രൊഫൈല് ഉണ്ടാക്കാൻ ശ്രമിക്കുക. എന്താ ഈ നല്ല പ്രൊഫൈൽ എന്ന് പറഞ്ഞാൽ, എഡ്യൂക്കേഷൻ കൃത്യമായിട്ട് കാട്ടിയിരിക്കണം. ഏത് കോളേജിൽ നിന്നാണ് പഠിച്ചിരിക്കുന്നത്, കോളേജിൻ്റെ പേര്, ജോലി സ്ഥലം എവിടെയാണ്, ജോലി സ്ഥാപനം ഏതാണ്, എന്താണ് ഡെസിഗ്നേഷൻ, എത്ര രൂപ ശമ്പളമുണ്ട്, ഈ വക കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് മെൻഷൻ ചെയ്യണം. എന്നാലാണ് വായിക്കുന്ന ആളുകൾക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ, ഇതൊക്കെയാണ് നന്നായിട്ടുണ്ട്. ജാതകത്തിനെ പറ്റി കഴിയുന്നത് കുറച്ച് എഴുതാൻ ശ്രമിക്കുക. രാഹുദോഷം, എന്താ പറയുക, കുജദോഷം, 7 ചൊവ്വ, അങ്ങനെയൊന്നും എഴുതേണ്ട കാര്യമില്ല. അതൊക്കെ പണിക്കരെ അല്ലെങ്കിൽ ജോത്സ്യനെ കൊണ്ട് നോക്കിയിട്ട് ഉറപ്പുവരുത്തുക. ഈ പ്രൊഫൈൽ ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ല ഒരു മാട്രിമോണിയൽ സൈറ്റിൽ, നിങ്ങളുടെ ലൊക്കേഷനിലുള്ള നല്ല മാട്രിമോണിയൽ സൈറ്റിൽ രജിസ്റ്റർ ചെയ്യുക. എന്താണ് ഈ നല്ല മാട്രിമോണിയൽ സൈറ്റിൽ രജിസ്റ്റർ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, തീർച്ചയായിട്ടും മനസ്സിലാക്കേണ്ടത് അവരുടെ പെർഫോമൻസ് എങ്ങനെ ഉണ്ട് എന്നുള്ളതൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഒരു 1-2 പേരെങ്കിലും നല്ല അഭിപ്രായം പറയുന്നുണ്ടെങ്കിൽ അത് വെച്ച് മുന്നോട്ട് പോവുക. ഇത് രജിസ്റ്റർ ചെയ്തത് അവരോട് കൃത്യമായിട്ട് ചോദിക്കണം, എത്ര രൂപയാണ് നിങ്ങളുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ്, എന്തൊക്കെ, കല്യാണ സമയത്ത് വന്നിട്ട് പൈസ വാങ്ങിക്കുമോ, എന്തൊക്കെയാണ്, അതോ രജിസ്ട്രേഷൻ മാത്രമേ ഉള്ളൂ, ഇങ്ങനെയൊക്കെ ചോദിക്കണം. അതിനുശേഷം തീർച്ചയായിട്ടും ഈ മാട്രിമോണി സൈറ്റുകാർ നിങ്ങൾക്ക് പ്രൊഫൈലുകൾ അയച്ചു തരും. ഈ പ്രൊഫൈലുകൾ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ, ഏതെങ്കിലും പ്രൊഫൈൽ മക്കൾക്ക് ഇഷ്ടമായി, പെൺകുട്ടിയായാലും ആൺകുട്ടിയായാലും അവർക്ക് ഇഷ്ടപ്പെട്ടു, ഇത് നോക്കാം നമുക്ക് എന്നുള്ളൊരു തോന്നൽ വന്നു കഴിഞ്ഞാൽ, ഫോട്ടോ, ഹോറോസ്കോപ്പ് ഇതെല്ലാം വാങ്ങിക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യുക. 2 ഫാമിലിക്കും ഓക്കെ ആയി, എവറിത്തിങ് ഈസ് ഓക്കെ എന്ന് കണ്ടു കഴിഞ്ഞാൽ അവരടുത്ത നടപടി പറയും, പെണ്ണ് കാണാനായിട്ട് വിളിക്കും. പെണ്ണ് കാണൽ ചടങ്ങിനായിട്ട് ചാടി കയറി പോകരുതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. തീർച്ചയായിട്ടും പുറത്ത് വെച്ച് കാണണം കുട്ടികൾ തമ്മിൽ. ഒരു 10 ദിവസമെങ്കിലും ഒരു വാട്സാപ്പ് ചാറ്റ്, 10 മുതൽ 15 ദിവസം അല്ലെങ്കിൽ മേപ്പോട്ടോ ഒരു വാട്സാപ്പ് ചാറ്റിൽ കൂടെയൊക്കെ ഒരു ഫ്രണ്ട്ഷിപ്പ് ബിൽഡപ്പ് ചെയ്യുക. അതിനുശേഷം മാത്രമേ പെണ്ണ് കാണൽ ചടങ്ങിന് പോകാവൂ, അല്ലെങ്കിൽ പുറത്ത് വെച്ച് കണ്ടതിന് ശേഷം മാത്രമേ പെണ്ണ് കാണൽ ചടങ്ങിന് പോകാവൂ. കുട്ടികൾ തമ്മിൽ ഒരു കംഫർട്ട് സോണിൽ എത്തിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ പെണ്ണ് കാണൽ ചടങ്ങിന് പോകാവൂ. ഇല്ലെങ്കിൽ ഇതൊക്കെ ഒരു ഭയങ്കര വിഡ്ഢിത്തായിട്ടുള്ള ഒരു കാര്യമായിട്ടാക്കി തോന്നിയിരിക്കുന്നു. ഈ വെറുതെ കുറേ ചായ കുടിക്കുക, കാപ്പി കുടിക്കുക, ലഡു കഴിക്കുക, ഇതിൻ്റെ ഒന്നും അതൊരു സുഖകരമായിട്ടുള്ള പരിപാടിയല്ല. അപ്പോൾ എല്ലാവരും ഒരു കംഫർട്ട് സോണിലൊക്കെ എത്തുന്നുണ്ടെങ്കിൽ മാത്രമേ ആ പരിപാടിക്കൊക്കെ പോകാവൂ. നന്നായിട്ട് സംസാരിക്കുക, അച്ഛനമ്മമാർ തമ്മിൽ നന്നായിട്ട് സംസാരിക്കുക. എന്തൊക്കെ റിക്വയർമെൻറ്റ്സുകൾ ഉണ്ടെങ്കിലും തീർച്ചയായിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കണം. പലർക്കും പല തരത്തിലുള്ള കാര്യങ്ങൾ പറയാനുണ്ടാകും. ഒരു കാരണവശാലും ഒരു ടെൻഷനായിട്ട് പോകരുത്. എല്ലാ കാര്യവും നന്നായിട്ട് സംസാരിക്കുക, കഴിയാവുന്നത്ര ഒരു സെക്കൻഡ് ഒപ്പീനിയനൊക്കെ എടുക്കുക. അങ്ങനെയൊക്കെ എടുത്ത് കാര്യങ്ങളെല്ലാം വളരെ ഭംഗിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കണം. ഇല്ലെങ്കിൽ എന്താ സംഭവിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കുട്ടികളുടെ ദാമ്പത്യ ജീവിതം റിട്ടയർഡായിട്ട് ഇരിക്കുന്ന പാരൻസിന് ഒരു സ്വസ്ഥത ഉണ്ടാവില്ല. ഇതൊക്കെ ബുദ്ധിമുട്ടുണ്ടാക്കും. അപ്പോൾ എപ്പോഴും നമ്മൾ അത് ആലോചിക്കണം. ഒരു കല്യാണം അങ്ങോട്ട് നടക്കലല്ല മുഖ്യ പരിപാടി, കല്യാണമൊക്കെ നടക്കും, പക്ഷെ അതിനുശേഷമുള്ള ജീവിതം നല്ല നിലയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയണം കുട്ടികൾക്കും എല്ലാവർക്കും. അപ്പോൾ അതൊക്കെ ഒന്ന് മനസ്സിലാക്കി നന്നായിട്ട് കമ്മ്യൂണിക്കേഷനൊക്കെ ചെയ്ത് വിവാഹം എന്ന് പറയുന്ന മംഗളകർമ്മം നല്ല രീതിയിൽ തന്നെ നടത്തി കൊടുക്കുക. ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. നന്ദി, നമസ്കാരം. ജയ്ശങ്കർ, വള്ളൂരാട് മാട്രിമോണിയൽ, ഒറ്റപ്പാലം.